ഹലോ ഗൈസ്, അവയ്ക്കട റെസിപ്പി ഡേ 1. അപ്പോൾ നന്നായി പഴുത്തിട്ടുള്ള ഒരു അവയ്ക്കടനെ നോക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറുകി ഒന്ന് മുറിച്ചു കൊടുക്കുക. നല്ലോണം പഴുത്തോണ്ട് തന്നെ മുറിക്കാനും നല്ല സുഖമുണ്ടായിരുന്നു. ഒരൊറ്റ വെട്ടിന് എൻ്റെ സീഡ് പുറത്തെടുക്കണമെന്നായിരുന്നു എനിക്ക്, പക്ഷേ എൻ്റെ ശരിയായില്ല. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ പുറത്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഫ്ലഷെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ആവണം. ഏകദേശം ഈ ഒരു പരിവായിട്ട് വരണം. പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി, ഉള്ളി, കൊറിയാണ്ടർ ലീവ്സ്, ഒരു ഹാഫ് ലെമൺ ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഹാഫ് ലെമൺ അതിൽ നമ്മൾ സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലെമൺ സ്ക്യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സീഡ് അതിൽ പെടരുത്. പെട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് കളയാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഇങ്ങനൊരു പരിവായി വരും. ഇത് നമുക്ക് അല്ലാണ്ട് തന്നെ കഴിക്കാനും നല്ലതാണ്. പിന്നെ നമ്മളൊരു എഗ്ഗ് എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ബീറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് സാധാ ബ്രെഡ് വേണമെങ്കിൽ അതും എടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ വീട്ടിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എഗ്ഗ് വെച്ചിട്ട് വേറെ ഒരു ബ്രെഡ് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്. എന്നിട്ട് രണ്ടും കൂടി ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ്. കൂടാതെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.